റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. യുകെയിലെ ലേബർ എംപി തുലിപ് സിദ്ദിഖിനെതിരെ ബംഗ്ലാദേശ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. പുറത്താക്കപ്പെട്ട മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയിൽ നിന്ന് അനധികൃതമായി ഭൂമി കൈപ്പറ്റിയ കുറ്റത്തിനാണ് അറസ്റ്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. യുകെയിലെ മുൻ സിറ്റി മിനിസ്റ്ററാണ് തുലിപ് സിദ്ദിഖ്. സിദ്ദിഖ് ഉൾപ്പെടെ ഹസീനയുമായി ബന്ധമുള്ള 53 പേർക്ക് വാറന്റ് പുറപ്പെടുവിച്ചതായി ബംഗ്ലാദേശ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുകെയും ബംഗ്ലാദേശും തമ്മിൽ ഔപചാരികമായി കുറ്റാരോപിതരെ കൈമാറ്റം ചെയ്യാനുള്ള ഉടമ്പടി ഇല്ല. എന്നാൽ തുലിപ് സിദ്ദിഖിനെതിരെയുള്ള ആരോപണങ്ങളിൽ ഒരു അടിസ്ഥാനവുമില്ലെന്ന് അവരുടെ പ്രതിനിധി പറഞ്ഞു. നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ ധാക്കയിൽ അവർക്ക് ഭൂമി ലഭിച്ചുവെന്ന ആരോപണങ്ങൾ സത്യമില്ല എന്നാണ് തുലിപ് സിദ്ദിഖിന്റെ പ്രതിനിധി അഭിപ്രായപ്പെടുന്നത്. യുകെയിലെ വിവിധ ദേവാലയങ്ങളിൽ വിശുദ്ധ വാരാചരണത്തിന് തുടക്കം. വിവിധ പള്ളികളിൽ മലയാളികൾ ഓശാന പെരുന്നാൾ ഭക്തിപൂർവ്വം ആഘോഷിച്ചു. യേശുവിന്റെ സ്ഥാനത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണ പുതുക്കുന്ന പീഡാനുഭവ ആഴ്ചയ്ക്ക് ഓശാന പെരുന്നാളോടെ തുടക്കമായതായി റിപ്പോർട്ടുകൾ. സൗത്താംപ്ടൺ മാർ ബസേലിയോസ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളിയിൽ ഫാദർ അലൻ വർഗീസും ഇടവക വികാരി എബി ഫിലിപ്പും ഓശാന ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ലെസ്റ്റർ സെന്റ് ജോർജ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിലെ ശുശ്രൂഷകൾക്ക് ഫാദർ ബഹനാൻ കൗരുത്ത് മുഖ്യ കാർമ്മികനായിരുന്നു. യുകെയിലെ സീറോ മലബാർ, ഷിറിയൻ യാക്കോബായ, മലങ്കര കത്തോലിക്ക, മലങ്കര ഓർത്തഡോക്സ്, ജ്ഞാനായ കത്തോലിക്ക, ജ്ഞാനായ യാക്കോബായ തുടങ്ങിയ വിവിധ ദേവാലയങ്ങളിലും ഓശാന ശുശ്രൂഷകൾ ഭക്തിസാന്ദ്രമായി നടന്നു. വിവിധ പള്ളികളിൽ വിശുദ്ധ വാരാചരണത്തിന് വലിയ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. ഒരു നടൻ സിനിമാ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ച് തന്നോടും സഹപ്രവർത്തകയോടും മോശമായി പെരുമാറിയെന്ന് നടി വിൻസി അലോഷ്യസ്. സോഷ്യൽ മീഡിയയിലൂടെയാണ് അവർ ഇക്കാര്യം പറഞ്ഞത്. ലഹരി ഉപയോഗിക്കുന്നു എന്ന് താൻ അറിഞ്ഞിട്ടുള്ള ആളുകൾക്കൊപ്പം ഇനി അഭിനയിക്കില്ല എന്ന പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുമ്പോഴാണ് നടി ഇക്കാര്യം പറഞ്ഞത്. അവരെപ്പോലുള്ളവർക്ക് സിനിമകളുണ്ട്, അവരെ വെച്ച് സിനിമകൾ ചെയ്യാനും ആൾക്കാരുണ്ട്. സിനിമയില്ലെങ്കിൽ സിനിമയില്ല എന്ന് പറയാനുള്ള മനോധൈര്യവും മനക്കെട്ടിയുമുള്ള വ്യക്തിയാണ് താനെന്നും വിൻസി കൂട്ടിച്ചേർത്തു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ മുൻനിർത്തിക്കൊണ്ട് നടത്തിയ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും അവിടെ സംസാരിക്കുന്നതിനിടെ ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നു. എൻ്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഞാൻ ഇനി സിനിമ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. ഇക്കാര്യം മാധ്യമങ്ങൾ വാർത്തയാവുകയും ചെയ്തിരുന്നു. എന്നാൽ അവയ്ക്കെല്ലാം വന്ന കമൻറ്റുകൾ വായിച്ചപ്പോഴാണ് ചില കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് തീരുമാനിച്ചത്. എന്തുകൊണ്ട് ഞാൻ ആ പ്രസ്താവന നടത്തിയെന്നും എൻ്റെ നിലപാടുകൾ വ്യക്തമാകണമെന്നുള്ള തോന്നലിന്മേലാണ് ഞാൻ ഇതും പങ്കുവയ്ക്കുന്നതെന്ന് വിൻസി അലോഷ്യസ് വ്യക്തമാക്കി. കയ്യിലിരുന്ന സിഗരറ്റ് തട്ടിക്കളഞ്ഞ പോലീസുകാരെ പിന്തുടർന്നെത്തി ഹെൽമറ്റ് കൊണ്ടടിച്ച 19കാരൻ പിടിയിൽ. കുളത്തൂർ മൺവിള സ്വദേശി റയാൻ ബ്രൂണോ ആണ് അറസ്റ്റിലായത്. സംഭവത്തിൽ 2 പോലീസുകാർക്ക് പരിക്കേറ്റു. ഇന്നലെ കഴക്കൂട്ടം തൃപ്പാദപുരത്ത് പൊതുസ്ഥലത്ത് പുകവലിക്കുന്നതിനിടെ പോലീസ് വാഹനം നിർത്തുകയും സിഗരറ്റ് കളയാൻ റയാനോട് പറയുകയും ചെയ്തു. എന്നാൽ സിഗരറ്റ് കളയാൻ യുവാവ് തയ്യാറായില്ല. തുടർന്ന് പോലീസ് ഇയാളുടെ കയ്യിൽ നിന്ന് സിഗരറ്റ് ബലമായി തട്ടിക്കളഞ്ഞ് പെറ്റി നൽകി മടങ്ങി. ഇതിൽ പ്രകോപിതനായ റയാൻ മാതാവിനെയും കൂട്ടി കഴക്കൂട്ടത്ത് വെച്ച് പോലീസ് വാഹനം തടയുകയായിരുന്നു. തുടർന്ന് കയ്യിലുണ്ടായിരുന്ന ഹെൽമറ്റ് കൊണ്ട് പോലീസ് ജീപ്പിലിരിക്കുകയായിരുന്ന CPO രതീഷിന്റെ മുഖത്തും അടിക്കുകയായിരുന്നു. ഇത് തടയാൻ ശ്രമിച്ച CPO വിഷ്ണുവിനെയും ഹെൽമറ്റ് കൊണ്ട് അടിച്ചു. രതീഷിന്റെ മുഖത്തും വിഷ്ണുവിന്റെ തോളിലുമാണ് അടിയേറ്റത്. തുടർന്ന് മറ്റ് പോലീസുകാർ ചേർന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു. ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും ശാരീരികമായി ആക്രമിച്ചതിനും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 15 ദിവസത്തിനുള്ളിൽ ഉപഗ്രഹ അധിഷ്ഠിത ടോൾ സംവിധാനം ആരംഭിക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. സുഗമമായ യാത്രയ്ക്കും ഹൈവേകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനുമായാണ് പുതിയ സംവിധാനം നിലവിൽ വരിക. ഇനി വാഹനങ്ങൾ ടോൾ പ്ലാസകൾ നിർത്തേണ്ടതില്ല. പകരം നൂതന ട്രാക്കിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഉപഗ്രഹ ഇമേജിംഗിന്റെ അടിസ്ഥാനത്തിൽ ടോൾ നിരക്കുകൾ സ്വയമേവ കുറയ്ക്കാം. നീണ്ട ക്യൂകൾ ഇല്ലാതാക്കുക, ഇന്ധനം ലാഭിക്കുക, ദേശീയപാതകളിലെ യാത്രാസമയം കുറയ്ക്കുക എന്നിവയാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ റോഡ് അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനും ഉപയോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് പുതിയ നയമെന്ന് ഗഡ്കരി പറഞ്ഞു. ഇനി സ്പോർട്സ് വാർത്തകൾ. ഐസോൾ FC ടോപ്പ് സ്കോററും ഐ ലീഗിലെ മികച്ച കളിക്കാരിൽ ഒരാളുമായ ലാൽറിൻസുവാല ലാൽബിയാക്നിയ അടുത്ത സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നു. താരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയുമായി കരാറിലെത്തിയതായാണ് റിപ്പോർട്ടുകൾ. അടുത്ത മാസം നിലവിലെ കരാർ അവസാനിച്ചാലുടൻ താരം ക്ലബിൽ ചേരുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 24കാരനായ ഈ മുന്നേറ്റ താരം കഴിഞ്ഞ സീസണിൽ 15 ഗോളുകൾ നേടി മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഒരു ഐ ലീഗ് സീസണിൽ ഒരു ഇന്ത്യൻ താരം നേടുന്ന ഏറ്റവും കൂടുതൽ ഗോളുകൾ എന്ന റെക്കോർഡും ലാൽറിൻസുവാല സ്വന്തമാക്കി. സുനിൽ ഛേത്രി, മുഹമ്മദ് റാഫി തുടങ്ങിയ ഇതിഹാസ താരങ്ങളെയാണ് അദ്ദേഹം മറികടന്നിരിക്കുന്നത്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 113.22 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും